ശോഭിതം KMIC താരകം നേരിൻ. കുറെ ആളുകൾ ചോദിച്ചു റസൂലുള്ളാഹിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച കുറെ ആളുകളുണ്ട്. അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാനുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു ഞാൻ നിർത്താം. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാനുള്ള ഏറ്റവും നല്ല മാർഗം റസൂൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലെ 2 റക്അത്ത് നിസ്കരിച്ച്, ശരിക്കും മനസ്സിലാക്കിക്കോ, ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലെ 2 റക്അത്ത് നിസ്കരിച്ച് ഫാത്തിഹ ഓതി, ആയത്തുൽ കുർസി ഓതി എന്നിവ ഓരോ തവണയും അതേപോലെ തന്നെ ഇഖ്ലാസ് സൂറത്ത് 15 പ്രാവശ്യം ഓതുക. നിസ്കാരശേഷം എന്റെ പേരിൽ 1000 സ്വലാത്തും കൂടി ചൊല്ലിയാൽ രാത്രി എന്നെ അവർക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയും. അടുത്ത വെള്ളിയാഴ്ച പൂർത്തിയാവുന്നതിന് മുമ്പ് കാണാതിരിക്കുകയില്ല. അപ്പൊ അത് പ്രത്യേകം മനസ്സിൽ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് തന്നെയാണ്. റസൂലുള്ളാഹി തന്നെ പറഞ്ഞാണ് മുൻസല്ലാ ലൈലത്തുൽ ജുമുഅത്ത് റക്അത്തൈനി യഖറഉ ഫീ കുല്ലി റക്അത്തിൻ ഫാത്തിഹത്തുൽ കിതാബി മററത്തൻ വആയത്തുൽ കുർസി മററത്തൻ വഖുൽ ഹുവല്ലാഹു അഹദ് 15 മററത്തൻ ഫഇദാ സല്ലമ മിൻ സ്വലാത്തിഹി സല്ലല്ലാ അലൈഹി 1000 മററത്തൻ ഫഇന്നഹു യറാനി ഫീ ലൈലത്തിൻ വലാ തത്തിമു ജുമുഅത്തുൽ ഉഖ്റാ ഹത്താ യറാനി. റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുക്കുന്ന വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ചെല്ലുമെന്നുകൂടെ മനസ്സിലാക്കി തരാം. മനസ്സിലാക്കിക്കോ. ഒരു പ്രാവശ്യം പറയാം. ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലെ 2 റക്അത്ത് നിസ്കരിക്കുക. ആ നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആയത്തുൽ കുർസി ഓതുക. അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് 15 പ്രാവശ്യം ഓതുക. അങ്ങനെ ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ 1000 സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ ആ രാത്രി തന്നെ സ്വപ്നത്തിൽ കാണും. അല്ലെങ്കിലോ ആ രാത്രി കണ്ടില്ലെങ്കിൽ അടുത്ത ജുമഅക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ എന്നെ കാണുന്നതാണ്. ഹദാഇഖുൽ അഖ്ബാർ എന്ന കിതാബിൽ വ്യക്തമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ്. നമുക്കിത് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ വേറെ ഹദീസ് കാണാം. എന്താണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു? ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലെ കുളിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് ഓരോ റക്അത്തും ഖുൽ ഹുവല്ലാഹു അഹദ് 1000 വട്ടം ചൊല്ലുക, എന്നാൽ അയാൾ സ്വപ്നത്തിലൂടെ നബിതങ്ങളെ കാണുന്നതാണ്. അങ്ങനെ ഹദീസ് കാണാം. അത് ഖസായിസ് സുയൂത്തി എന്ന കിതാബിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഖ്ലാസ് സൂറത്ത് ആദ്യം പറഞ്ഞ 15 പ്രാവശ്യം, രണ്ടാമത് പറഞ്ഞാൽ 1000 പ്രാവശ്യം. പിന്നെ വേറെ ഹദീസ് കാണാം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും എന്നെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ 4 റക്അത്ത് അത് 2 സലാമോടെ നിസ്കരിക്കണം. അത് ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വിട്ടുക, വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വിട്ടുക. ഓരോ റക്അത്തിനും ഫാത്തിഹ, അതുപോലെ വല്ലുഹ വല്ലൈലി എന്ന സൂറത്ത്, അലം നശ്റ എന്ന സൂറത്ത്, അതുപോലെ സൂറത്തുൽ ഖദ്ർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത്, അതുപോലെ തന്നെ ഇദാ സുൽസിലത്തുൽ സിൽസാൽ എന്ന സൂറത്ത് എന്നിവ ഓതണം. അവസാനം സലാം വീട്ടി എന്റെ പേരിൽ 70 സ്വലാത്തും ചൊല്ലുക, പിന്നെ 70 ഇസ്തിഗ്ഫാറും ചൊല്ലുക. തുടർന്ന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടങ്ങനെ കടന്നുറങ്ങുക. എന്നാൽ അയാൾ എന്നെ സ്വപ്നം കാണുന്നതാണ്. മുജ്മൽ ഹദീസ് എന്ന കിതാബിലെ വിഷയം പറയുന്നുണ്ട്. വേണമെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നും വേണമെങ്കിൽ പറയാം, ശ്രദ്ധിച്ചോ, ഒന്നും കൂടി പറയാം. ആരെങ്കിലും എന്നെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ 4 റക്അത്ത് അത് 2 സലാമോടുകൂടി നിസ്കരിക്കുക, 2 നിസ്കരിക്കുക. ഓരോ റക്അത്തിലും, അപ്പൊ ഏത് റക്അത്തും ചോദിക്കേണ്ട, ഓരോ റക്അത്തിനും വേണം ഫാത്തിഹ ഓതണം, വല്ലുഹ സൂറത്ത് ഓതണം, അലം നശ്റഹ് സൂറത്ത് ഓതണം, അതുപോലെ തന്നെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് ഓതണം, അതിന് ഇദാ സുൽസിലത്തുൽ അർദു സിൽസാലഹ എന്ന സൂറത്ത് ഓതണം. ഇത് അവസാനം സലാം വീട്ടുക, എന്റെ പേരിൽ 70 സ്വലാത്ത് ചൊല്ലുക, പിന്നെ 70 ഇസ്തിഗ്ഫാറും ചൊല്ലുക, തുടർന്ന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഉറങ്ങുക. എന്നാൽ എന്നെ സ്വപ്നം കാണും. ഇതാണ്. മൊത്തം 2 റക്അത്ത്, അതിന് പ്രത്യേകം നിയ്യത്തൊന്നുമില്ല. 2 റക്അത്ത് നിസ്കരിക്കുന്ന സലാം ആണ് നിയ്യത്ത്, മുത്തലക്കാ നിസ്കാരം. അല്ല പ്രത്യേകിച്ചുള്ള അങ്ങനെ കരുതണമെന്നില്ല. പിന്നെ 2 റക്അത്ത് നിസ്കരിക്കാമെന്ന് തന്നേ ഉള്ളൂ. അതിപ്പോ പ്രത്യേകം നിയ്യത്തില്ല. 2 റക്അത്ത് നിസ്കരിക്കുന്നു, അല്ലാഹു തആല കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചൊല്ലുക. എന്നത് കഴിഞ്ഞിട്ട് അവസാനം 7 പ്രാവശ്യം സ്വലാത്തും 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീന ദിക്റും ചൊല്ലുക. എന്നിട്ട് സ്വലാത്തും ചൊല്ലി അടുക്കടുക്കുക. വേറെ ഒന്നും സംസാരിക്കാൻ പോകരുത്. എന്നാൽ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഒരു മഹാൻ പറഞ്ഞു, ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലെ 1000 പ്രാവശ്യം സൂറത്തുൽ ഖദ്ർ ഓതിയാൽ മരിക്കുന്നതിന് മുമ്പ് നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയും.
വേറൊരാൾ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ സൂറത്തുൽ കൗസർ 1000 പ്രാവശ്യം ഓതുക, ശേഷം നബിയുടെ പേരിൽ 1000 പ്രാവശ്യം സ്വലാത്തും ചൊല്ലുക, എന്നിട്ടങ്ങ് ഉറങ്ങുക. എന്നാൽ അയാൾ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതാണ്. വേറെ മഹാൻ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ അർദ്ധരാത്രി സൂറത്തുൽ ഖുറൈശ് 1000 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക, പിന്നെ വുദൂഓടുകൂടി നിങ്ങൾ ഉറങ്ങുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ കഴിയും, എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കാനും കഴിയും. ഇത് പരീക്ഷിച്ച് ഫലം കണ്ടെത്തിയതാണ് എന്നും മഹാനവറുകൾ പറയുന്നുണ്ട്. പിന്നെ വേറെ സ്ഥലത്ത് കാണാമാരെങ്കിലും നബിത്തങ്ങളെ ഉറക്കത്തിൽ കാണണമെന്ന് വിചാരിച്ചാൽ 2 റക്അത്ത് നിസ്കരിച്ച ശേഷം യാ നൂറന്നൂരി യാ മുദബ്ബിറൽ ഉമൂറ ബല്ലിഗ് അന്നീ റൂഹ സയ്യിദിനാ മുഹമ്മദിൻ വ അർവാഹി ആലി മുഹമ്മദിൻ തഹിയ്യത്തുൻ വസലാമ എന്ന് 100 പ്രാവശ്യം ചൊല്ലുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണാൻ കഴിയും. എന്താ ചൊല്ലേണ്ടത്? 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞിട്ട് യാ നൂറന്നൂരി യാ നൂറന്നൂരി യാ മുദബ്ബിറൽ ഉമൂറ ബല്ലിഗ് അന്നീ റൂഹ സയ്യിദിനാ മുഹമ്മദിൻ വ അർവാഹി ആലി മുഹമ്മദിൻ തഹിയ്യത്തുൻ വസലാമ എന്ന് 100 പ്രാവശ്യം ചൊല്ലുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കഴിയുന്ന വിഷയങ്ങളാണ്. ഇതൊന്നും ചെയ്തില്ല, ഇനി അതൊക്കെ ചെയ്തു അഥവാ റസൂലിനെ കണ്ടില്ലെങ്കിലോ എന്നാൽ കണ്ടതിന്റെ കൂലി അല്ലാഹു തആല നമുക്ക് നൽകും. റസൂലിനെ കണ്ടാൽ കിട്ടുന്ന കൂലി, അതിനുള്ള പുണ്യം അത് അല്ലാഹു തആല നമുക്ക് നൽകുന്നതാണ്. കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ കാണാൻ കഴിയാത്തതിന്റെ ചിലത് കാരണം നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയില്ലായ്മ, നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധിയില്ലായ്മ, നമ്മുടെ പരിസര ശുദ്ധിയില്ലായ്മ, ഇതൊക്കെ ഒരു പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. അങ്ങനെ വന്നാൽ നമുക്ക് റസൂലുള്ളാഹി തങ്ങളുടെ സ്വപ്നം കണ്ടതിനുള്ള കൂലി നമുക്ക് ലഭിക്കും. സ്വപ്നം കണ്ടാൽ കിട്ടുന്ന കൂലി നമുക്ക് ലഭിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ്. അതേപോലെ തന്നെ ജുമുഅ നിസ്കാരം സലാം വീട്ടിയ ശേഷം സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് 100 പ്രാവശ്യം ചൊല്ലുക. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തു നോക്കുക, ഇവരൊന്നും ശരിയാണെന്നുള്ള കാണുന്നില്ല, അതിന് അടുത്ത കാര്യം ചെയ്യുക. അപ്പൊ എല്ലാം പഠിച്ചുകൊണ്ടല്ലാണല്ലോ, കുറെ കാര്യങ്ങൾ പഠിച്ചാൽ അതിലേതെങ്കിലുമൊക്കെ നമുക്ക് പഠിച്ചത് നല്ലതാണ്. ദിക്ർ ഒന്നിങ്ങനെ പറഞ്ഞ് നേരത്തെ പറഞ്ഞ ദിക്റല്ലേ ഒന്നും പറയണമെന്ന് പറയുന്നത് കേട്ടോളി, വേണമെങ്കിൽ എഴുതി വെച്ചോളി, അല്ലെങ്കിൽ നിങ്ങൾ ഡിക്കാഴ്ത്തോളി, എന്ത് ചെയ്താൽ കുഴപ്പമില്ല. ശ്രദ്ധിച്ചോളി. യാ നൂറന്നൂരി യാ മുദബ്ബിറൽ ഉമൂറ ബല്ലിഗ് അന്നീ റൂഹ സയ്യിദിനാ മുഹമ്മദിൻ വ അർവാഹി ആലി മുഹമ്മദിൻ തഹിയ്യത്തുൻ വസലാമ. ഇതാണ് ദിക്ർ. ഈ ദിക്ർ നമ്മൾ ഇങ്ങനെ ചൊല്ലിയാൽ മതി. ഇനി ശ്രദ്ധിക്കുക, ഇത് നമ്മളെ സ്വപ്നം കാണാനുള്ള ഹദീസ് പറഞ്ഞ കുറെ വിഷയങ്ങൾ എന്താണ്? ജുമുഅ നിസ്കാരം സലാം വീട്ടിയ ശേഷം സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി 100 പ്രാവശ്യം ചൊല്ലുക. പിന്നെ അസ്റിന് ശേഷം അല്ലാഹു സ്വല്ലി അലൻ നബിയിൽ ഉമ്മി എന്ന് 1000 പ്രാവശ്യം ചൊല്ലുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയും. മേൽപ്പറഞ്ഞ രണ്ടും ഇശാ നിസ്കാര ശേഷം 1000 വീതം ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലി വലത് ഭാഗത്തിൽ ചെരിഞ്ഞു കിടന്നാൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണും തീർച്ച എന്നാണ് സഅദുദ് ദാറൈനി എന്ന കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും കാണാൻ കഴിയും. അപ്പൊ ഈ പറഞ്ഞ ദിക്ർ എങ്ങനെ? ജുമുഅ നിസ്കാരം സലാം വീട്ടിയ ശേഷം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യവും അസ്റിന് ശേഷം അല്ലാഹു സ്വല്ലി അലൻ നബിയിൽ ഉമ്മി എന്നിങ്ങനെ ചൊല്ലുക. അതേപോലെ തന്നെ ഈ 2 ദിക്റുകളും ഇശാ നിസ്കാര ശേഷം 1000 വീതം ചൊല്ലുക. എന്നാൽ നബിയുടെ പേര് സലാത്തും സലാമും ചൊല്ലി വലതുഭാഗത്ത് ചെരിഞ്ഞങ്ങോട്ട് കിടക്കുക. എന്നാൽ തീർച്ചയായിട്ടും നബി നിങ്ങളെ കാണും. ഷെയ്ഖ് മുഹമ്മദ് ഷാദിലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ടു. എന്നോട് നബി നിങ്ങൾ പറഞ്ഞു, നീ ഉറങ്ങുന്ന സമയത്ത് 5 പ്രാവശ്യം ഔദുവും 5 ബിസ്മിയും ചൊല്ലി, എന്നിട്ട് അല്ലാഹു ഹഖ് സയ്യിദിനാ മുഹമ്മദിൻ അറാനി വജ്ഹി സയ്യിദിനാ മുഹമ്മദിൻ ഹാലം വമാല എന്ന് ഉറങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ ഞാൻ നിന്റെ സമീപത്തെത്തും, ഞാൻ പിന്തുന്ന പ്രശ്നമേയില്ല. തബഖാത്തുൽ കുബ്രയിലെ 380 പേജിൽ ആ വിഷയം പറയുന്നുണ്ട്. ഒന്നുകൂടെ നോക്കുക. മുഹമ്മദ് ഷാദിലി നാം പറയുന്ന വിഷയമാണ്. നിബിധങ്ങളുടെ സ്വപ്നത്തിൽ കണ്ട നിബിധങ്ങൾ തന്നെ പറഞ്ഞ വിഷയമാണ്. ഉറങ്ങുന്ന സമയത്ത് 5 പ്രാവശ്യം ഔദു ചൊല്ലുക, 5 പ്രാവശ്യം ബിസ്മിയും ചൊല്ലുക. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം അല്ലാഹു ഹഖ് സയ്യിദിനാ മുഹമ്മദിൻ അറാനി വജ്ഹി സയ്യിദിനാ മുഹമ്മദിൻ ഹാലം വമാല എന്ന് ഉറങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ ഞാൻ നിന്റെ സമീപത്തെത്തും,
ഞാൻ പിന്തുന്ന പ്രശ്നമേയില്ല. അങ്ങനെ അതും ചെയ്യാൻ പറ്റും. അതേപോലെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ അർവാഹി, അല്ലാഹുമ്മ സ്വല്ലി അലാ ജസദി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ അജ്സാദി, അല്ലാഹുമ്മ സ്വല്ലി അലാ ഖബ്രി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ ഖുബൂർ എന്നൊരാൾ ചൊല്ലിയാൽ അയാളെന്നെ സ്വപ്നത്തിൽ കാണുന്നതാണ്. എന്നെ കിനാവ് കാണുന്നവൻ അന്ത്യനാളിൽ എന്നെ തീർച്ചയായും കാണുന്നതാണ്. അന്ത്യനാളിൽ കണ്ടവന് എന്റെ ശുപാർശ ലഭിക്കുന്നതുമാണ്. എന്റെ ശുപാർശ ലഭിച്ചവന് എന്റെ മധുരശീതള പാനീയ തടാകത്തിൽ നിന്ന് അയാൾക്ക് കുടിക്കാൻ കിട്ടുന്നതുമാണ്. അയാളുടെ ദേഹം അല്ലാഹു നരകത്തിന് വിശുദ്ധമാക്കുന്നതുമാണ്. അപ്പം ഒരു കിതാബില് ഈ വിഷയം 70 പ്രാവശ്യം ചെല്ലണമെന്നും വന്നിട്ടുണ്ട്. ഈ ദിക്ർ സ്വലാത്ത് 70 പ്രാവശ്യം എന്ന് ചെല്ലണമെന്നും വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനൊക്കെയുണ്ട്. അത് ഈ വിഷയങ്ങളൊക്കെ പഠിച്ചിട്ടുന്നല്ലാണ്ട് എന്താണ് സ്വലാത്ത് എന്ന് പറയണമെന്നോ? സ്വലാത്ത് വേണമെങ്കിൽ എഴുതിച്ചോളി അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി റസൂലുള്ളാഹി തങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞിട്ട് ദിക്റാണ്. അഫ്ളൽ സ്വലാത്ത് എന്ന കിതാബിൽ ഈ വിഷയം പറയുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞെടുത്താണ്. ഒരാൾ ചൊല്ലുകയാണെങ്കിൽ 70 പ്രാവശ്യം ആയിക്കോട്ടെ, 70 പ്രാവശ്യം എന്ന് ചൊല്ലിയാൽ അയാൾ നിർബന്ധമായിട്ട് കാണുമെന്ന് പറഞ്ഞ സ്വലാത്ത് ഏതാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ അർവാഹി, അല്ലാഹുമ്മ സ്വല്ലി അലാ ജസദി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ അജ്സാദി, അല്ലാഹുമ്മ സ്വല്ലി അലാ ഖബ്രി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ ഖുബൂർ. ഇതാണ് സ്വലാത്ത്. ഈ സ്വലാത്ത് ഇങ്ങനെ 70 പ്രാവശ്യം ആയിക്കോട്ടെ, 70 പ്രാവശ്യം ചൊല്ലിയാൽ എന്നെ സ്വപ്നത്തിൽ കാണും. എന്നെ സ്വപ്നത്തിൽ കണ്ടാലോ അന്ത്യനാളിൽ തീർച്ചയായിട്ടും എന്നെ കാണും. അന്ത്യനാളിൽ കണ്ടവർക്കോ അല്ലാതെ ശുപാർശ ഞാൻ അവർക്ക് ശുപാർശ ചെയ്യും. എന്റെ ശുപാർശ കിട്ടിയാലോ അവന് ഹദൂർ കൈഫർ കുടിക്കാൻ കഴിയും. ഹദൂർ കൈഫർ കുടിച്ചാലോ നരകത്ത് പിന്നെ കിടക്കുകയില്ല. അതൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. അംബിയാ, മുർസലുകൾ, ഔലിയാക്കൾ തുടങ്ങിയ ആരിഫീങ്ങൾ തുടങ്ങിയ എല്ലാ മഹാന്മാരോടുകൂടെയും അവരെല്ലാവരും കിടക്കുന്ന സ്വർഗത്തിൽ കിടക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ.